നടൻ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപി ഏവർക്കും സുപരിചിതയാണ്. പിന്നണി ഗായികയായിരുന്നു രാധിക. എന്നാൽ അധികമൊന്നും പാടാൻ രാധിക ഇറങ്ങിയില്ല. കുടുംബജീവിതത്തിനാണ് രാധിക പ്രാധാന്യം നൽകിയത്. ഭർത്താവ് നടനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുടുംബത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് രാധിക 5 മക്കളുടെയും കാര്യം നോക്കി വീട്ടിൽ തന്നെ ഒതുങ്ങിയത്. ഇത് കഴിഞ്ഞ ദിവസം മാധവും തുറന്നു പറഞ്ഞിരുന്നു. രാധികയുടെയും സുരേഷ് ഗോപിയുടെയും മൂത്ത മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം വളരെ ആഘോഷപൂർവ്വമാണ് ഇരുവരും നടത്തിയത്. ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ ഭർത്താവ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും ആദ്യ വിവാഹ വാർഷികം. രാധികയും സുരേഷ് ഗോപിയും ഏവർക്കും പ്രിയപ്പെട്ടവരാണ്. സുരേഷ് ഗോപിയേക്കാളും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് രാധികയ്ക്ക് തന്നെയാണ്. രാധികയെ ഇഷ്ടപ്പെടുന്നവരും ഏറെയാണ്. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം രാധിക ഭക്തിഗാനസുധയുമായി അരങ്ങത്തെത്തിയിരിക്കുകയാണ്. പൂഞ്ഞാർ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് തിരുവരങ്ങിൽ രാധിക സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനസുധ അരങ്ങേറിയത്. തിരുവനന്തപുരത്തെ വാനമ്പാടികൾ എന്ന പേരിലുള്ള ആകാശവാണി ഗായകരും സിനിമാ പിന്നണി ഗായകരുമടങ്ങുന്ന ഗാനസംഘമാണ് ഭക്തിഗാനസുധ അവതരിപ്പിച്ചത്. നേതൃത്വം നൽകിയത് രാധിക സുരേഷ് ഗോപിയായിരുന്നു. ശബരിമലയിൽ തങ്ക സൂര്യോദയം അടക്കം നിരവധി അയ്യപ്പ ഭക്തഗാനങ്ങളും അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ രാധിക പിന്നണി ഗായികയായിരുന്നു. ഷാജി കൈലാസ്, ആനി ദമ്പതികളുടെ മകൻ ജഗൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് വേണ്ടി രാധിക പാടിയിരുന്നു. 1985 പ്രിയദർശൻ സംവിധാനം ചെയ്ത പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിലെ അങ്ങേ കുന്നിക്കുന്നാനവരമ്പത്തും എന്ന ഗാനം ആലപിച്ചത് രാധികയായിരുന്നു. രാധിക ദേവി എന്നായിരുന്നു മുഴുവൻ പേര്. സുരേഷ് ഗോപിയുമായുള്ള വിവാഹത്തിനു ശേഷം പിന്നണി ഗാനരംഗത്ത് നിന്നും രാധിക മാറി നിന്നു. മലയാളികൾക്ക് സുപരിചിതയായ നടി ആറന്മുള പൊന്നമ്മയുടെ ചെറുമകളാണ് രാധിക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ അമ്മയെക്കുറിച്ച് മകൻ മാധവ് സുരേഷ് പറഞ്ഞ വാക്കുകളും വലിയ രീതിയിൽ വൈറലായിരുന്നു. തങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളതും സാക്രിഫൈസ് ചെയ്ത് ത്യാഗം സഹിച്ചതും തൻ്റെ കരിയറും ആഗ്രഹങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചതും അമ്മയാണ്. അച്ഛൻ വലിയ നടനായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഇരിക്കാനോ സമയം സ്പെൻഡ് ചെയ്യാനോ ഒന്നും അച്ഛന് സമയം കിട്ടുമായിരുന്നില്ല. ആഴ്ചയിൽ 2 മണിക്കൂറെങ്കിലും വീട്ടിൽ വന്നാലായി. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഇഷ്ടങ്ങളുമെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ നോക്കിയതും വളർത്തിയതും ഞങ്ങളുടെ കൂടെ വളരെ നേരം സമയം ചിലവഴിച്ചതും ഒക്കെ അമ്മയാണ്. ഞങ്ങളുടെ സ്കൂൾ കാര്യങ്ങൾക്ക് പോലും അച്ഛൻ വളരെ വിരളമായി മാത്രമേ എത്താറുള്ളായിരുന്നു. എന്നാൽ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇത്രയും കഴിവുള്ള രാധിക എന്തിനു വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു എന്നാണ്. മക്കളൊക്കെ ഇപ്പോൾ വലിയ നിലയിലായില്ലേ? അവർക്ക് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രായമായില്ലേ? ഇനിയെങ്കിലും രാധികയ്ക്ക് സ്വന്തം ഇഷ്ടങ്ങളുമായി മുന്നോട്ട് പോയിക്കൂടെ എന്നാണ് സോഷ്യൽ മീഡിയയിലെ നിരവധി ആളുകളും കമൻറ്റുകളുമായി എത്തുന്നത്. രാധിക ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ആളല്ലെന്നും വലിയ നിലയിലെത്തേണ്ട ഒരു ഗായികയാണെന്നും സോഷ്യൽ മീഡിയ അടക്കം പറയുന്നു.